എല്ലാവർക്കും നമസ്കാരമുണ്ട്. 2013-14 ഫുട്ബോൾ ഫൈനൽ, ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനൽ അത്ലറ്റിക്കോ മാഡ്രിഡും റിയൽ മാഡ്രിഡും തമ്മിലായിരുന്നു. റിയൽ മാഡ്രിഡിന്റെ സ്റ്റാർ പ്ലെയർ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ മാച്ച് നടക്കുന്നത് റൊണാൾഡോയുടെ സ്വന്തം നാട്ടിലാണ്, ലിസ്ബണിൽ, പോർച്ചുഗലിലുള്ള. ഈ മത്സരത്തിൽ റിയൽ മാഡ്രിഡിന് ഇത് ജയിച്ചേ മതിയാകൂ. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ട്രോഫി റിയൽ മാഡ്രിഡിന് കിട്ടിയിട്ടില്ല. സ്പെയിനിലെ വമ്പൻ ക്ലബ്ബാണ് റിയൽ മാഡ്രിഡ്. ഇവരുടെ ആജന്മ ശത്രുക്കളായിട്ടുള്ള ബാർസലോണ എന്ന് പറയുന്ന ക്ലബ്ബ് ഇത്രയും കാലത്തിനിടയിൽ 3 തവണ ഈ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈനൽ ലിസ്ബണിൽ തുടങ്ങുകയാണ്. റഫറി വിസിലടിക്കുകയാണ്. കാണികളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ കാണികളും റിയൽ മാഡ്രിഡിന്റെയും റൊണാൾഡോയുടെയും ആരാധകരാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ മാഡ്രിഡിന്റെ സ്വപ്നങ്ങൾക്ക് പ്രഹരമേറ്റു. അവരുടെ ഒരു പ്ലെയർ ഡിയോഗോ ഗോഡിൻ ഹെഡർ അടിച്ച് ഒരു ഗോൾ അടിച്ചു. കാണികൾ മുഴുവൻ നിരാശയിലായി, നിശബ്ദരായി. സെക്കൻഡ് ഹാഫ് തുടങ്ങി. പലതരത്തിലും ബെയിലും ബെൻസീമായും റൊണാൾഡോയും ഡി മരിയൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ നോക്കിയെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഡിഫൻഡേഴ്സ് വട്ടം നിന്ന് അതിനെല്ലാത്തിനെയും തടഞ്ഞു. 90 മിനിറ്റിൽ കളി അവസാനിക്കും. 90ാമത്തെ മിനിറ്റ് എത്തി. തിരിച്ച് ഗോൾ അടിക്കാൻ റിയൽ മാഡ്രിഡിന് സാധിച്ചില്ല. അപ്പോഴാണ് റഫറി ഇങ്ങനെ ബോർഡ് നോക്കി കാണിക്കുന്നത്, ഇഞ്ചുറി ടൈം 3 മിനിറ്റ് കൂടി അനുവദിച്ചിട്ടുണ്ട്. 3 മിനിറ്റ് കൂടി ഉണ്ട് ഭാവി തീരുമാനിക്കാനായിട്ട്. 3ാമത്തെ മിനിറ്റിൽ ഒരു കോർണർ കിക്ക് റിയൽ മാഡ്രിഡിന് വീണ് കിട്ടുകയാണ്. കിക്ക് എടുക്കുന്നത് ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്ന അവരുടെ ഫൈനസ്റ്റ് മിഡ്ഫീൽഡറാണ്. എല്ലാവർക്കും ഉറപ്പാണ് ഈ ബോൾ പറന്ന് വരാൻ പോകുന്നത് റൊണാൾഡോയുടെ തലയിലേക്കായിരിക്കും. ഒന്നല്ലെങ്കിൽ റൊണാൾഡോ അല്ലെങ്കിൽ ബെൻസീമ. ഇവർ രണ്ടുപേരും തലയിലായിരിക്കും. ഇവരാണ് കീ സ്ട്രൈക്കേഴ്സ്. പന്ത് ഉയർന്നു പൊങ്ങുന്നു. പറന്ന് ചെന്ന് വീണത് സെർജിയോ റാമോസ് എന്ന് പറയുന്ന അവരുടെ സ്വന്തം വില്ലനായിട്ടുള്ള, അവരുടെ ഹീറോ ആയിട്ടുള്ള സെർജിയോ റാമോസിന്റെ തലയിലേക്കാണ്. അയാൾ ഉയർന്നു ചാടി ചരിഞ്ഞ് ഹെഡ് ചെയ്യുന്നു. പന്ത് ഗോൾ വല കുലുക്കുന്നു. 1-1. റഫറി ഫൈനൽ വിസിൽ മുഴക്കുന്നു. ഇനി വിന്നറെ കണ്ടെത്താൻ കളി എക്സ്ട്രാ ടൈമിലോട്ട് പോകണം. ഗോൾ അടിച്ച റിയൽ മാഡ്രിഡിനെ നിയന്ത്രിക്കാൻ അത്ലറ്റിക്കോയ്ക്ക് പറ്റിയില്ല. അവരുടെ കയ്യിൽ നിന്ന് കളി പോയി. ഇവരാണെങ്കിൽ, റിയൽ മാഡ്രിഡ് ആണെങ്കിൽ മതമിളകിയ ആനയെ പോലെ സാറാ പറ ഗോളുകൾ അടിച്ചുകൊണ്ടിരുന്നു. 3 ഗോൾ കൂടി അടിച്ചു. 120ാമത്തെ മിനിറ്റിൽ റൊണാൾഡോ ഒരു പെനാൽറ്റി എടുക്കുന്നു. 4-1 അത്ലറ്റിക്കോയെ തോപ്പിച്ചിട്ട് റിയൽ മാഡ്രിഡ് 12 വർഷങ്ങൾക്ക് ശേഷം കപ്പെടുകയാണ്. ഇനിയാണ് ചെറിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. കളി പൊതുവെ ജയിച്ചു കഴിയുമ്പോൾ ടീം പ്ലേയേഴ്സ് കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. എല്ലാവരും നോക്കുമ്പോൾ റൊണാൾഡോ ഇങ്ങനെ തന്റെ ടീഷർട്ട് ഊരിയിട്ട് നേരെ ഗാലറിയുടെ അടുത്തേക്ക് ഓടുകയാണ്. അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആകാംക്ഷയോടെ ആരെയോ നോക്കി ഇങ്ങനെ ചെല്ലുകയാണ്. പെട്ടെന്ന് ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ചാടി താഴത്തേക്ക് വരുന്നു. അയാൾ വന്നതും റൊണാൾഡോ അയാളെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുകയാണ്. ഒരുപാട് നേരം അവർ കെട്ടിപ്പിടിക്കുന്നു. ചെവിയിൽ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അക്കാലത്ത് ഏറ്റവും ഫേമസ് കമന്റേറ്റർ ആയിട്ടുള്ള അലൻ ടൈലർ പറയുന്നുണ്ട്, ദാറ്റ് മസ്റ്റ് ബി സമൺ റിയലി സ്പെഷ്യൽ. അന്ന് തുടങ്ങി എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി, ഇതാരെയാണ് ഈ റൊണാൾഡോ കെട്ടിപ്പിടിച്ചത്. അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലായി അത് റൊണാൾഡോയുടെ ചേട്ടനാണ്, സ്വന്തം ബ്രദർ ഹ്യൂഗോ അൽവേരോ. ആ കെട്ടിപ്പിടുത്തത്തിനും കരച്ചിലിനും പുറകിൽ ഒരു പ്രോമിസിന്റെ കഥയുണ്ട്, ഒരു വാഗ്ദാനത്തിന്റെ കഥയുണ്ട്. കുട്ടിക്കാലത്ത് റൊണാൾഡോയേക്കാൾ നല്ല ഫുട്ബോൾ പ്ലെയർ ഹ്യൂഗോ അൽവേരോ ആയിരുന്നു. നാട്ടുകാരും കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത് അൽവേരോ എന്തായാലും പോർച്ചുഗൽ ടീമിൽ കയറുമെന്നുള്ളതാണ്. പക്ഷേ ഹ്യൂഗോ അൽവേരോ ആൽക്കഹോളിന് അഡിക്റ്റായി, ഡ്രഗ്സിന് അഡിക്റ്റായി സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരുന്നു. റൊണാൾഡോയുടെ അച്ഛൻ 51ാമത്തെ വയസ്സിൽ ആൽക്കഹോളിന് അഡിക്റ്റായി മരിച്ചൊരു മനുഷ്യനാണ്. ഞാൻ ഒരിക്കൽ പോലും മദ്യത്തിന് അഡിക്റ്റ് ആവില്ല എന്ന് റൊണാൾഡോ തീരുമാനിച്ചപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അയാളുടെ ചേട്ടൻ ഹ്യൂഗോ അൽവേരോ അച്ഛൻ്റെ അതേ വഴി പിന്തുടർന്നു. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ നടത്തിയെങ്കിലും, പല ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു കാരണമോ ഒരു ബലമോ ഹ്യൂഗോ അൽവേരോയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഹ്യൂഗോ റൊണാൾഡോയോട് പറഞ്ഞു, എടാ, ഞാൻ ഈ മദ്യപാനം, ഇതിനോടുള്ള അഡിക്ഷൻ നിർത്താൻ പൂർണ്ണമായിട്ട് ശ്രമിക്കാം, നീ എനിക്കൊരു പ്രോമിസ് തരികയാണെങ്കിൽ. റൊണാൾഡോ ചോദിക്കുന്നു, എന്താണ് പ്രോമിസ്? ഇത്തവണ റിയൽ മാഡ്രിഡിന് വേണ്ടി നീ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടണം. ആ വർഷം 17 ഗോളുകളാണ് ആ സീസണിൽ റൊണാൾഡോ അടിച്ചത്. ടോപ്പ് സ്കോറർ ആയിരുന്നു. ഫൈനലിൽ എത്തിച്ചു. ഫൈനലിൽ അവസാനത്തെ ഗോളും അടിച്ച ആ മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചത് തൻ്റെ ചേട്ടനെയാണ്. ഒരുപക്ഷെ റൊണാൾഡോ സന്തോഷം കൊണ്ട് കരഞ്ഞതിന് പുറകിൽ ഈ കപ്പ് നേടിയത് അത് മാത്രമായിരിക്കില്ല, തൻ്റെ ചേട്ടന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റിയതിൻ്റെ സന്തോഷം കൂടിയായിരിക്കും. ഒരുപക്ഷെ റൊണാൾഡോ ചെവിയിൽ പറഞ്ഞത് ഇതായിരിക്കും,
ഐ ഡിഡ് മൈ പ്രോമിസ്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. ഇനി നിൻ്റെ ഊഴമാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം റൊണാൾഡോയുടെ ചേട്ടൻ മദ്യപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം റൊണാൾഡോയുടെ നേതൃത്വത്തിൽ തന്നെ നല്ല ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇദ്ദേഹത്തിന് കൊടുത്തു. മാത്രമല്ല മദീറ എന്ന് പറയുന്ന പോർച്ചുഗലിലെ സ്ഥലത്ത് റൊണാൾഡോ മ്യൂസിയം എന്ന് പറയുന്ന സംഭവമുണ്ട്, റൊണാൾഡോൻ്റെ മ്യൂസിയം. അവിടെ മ്യൂസിയത്തിൻ്റെ മാനേജറായിട്ട് സ്വന്തം ചേട്ടനെ നിയമിച്ചു. ചേട്ടന് സാലറി കൊടുക്കുന്നത് അനുജനാണ്. എത്ര മനോഹരമായൊരു സംഭവമാണ്, എത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ റൊണാൾഡോയെ പോലെ ഒരു നല്ല കളിക്കാരനാവണം എന്ന് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കും. അതിനോടൊപ്പം വേണമെങ്കിൽ ഇങ്ങനെയും പറയാവുന്നതാണ്, എന്നെ റൊണാൾഡോയെ പോലെ നല്ലൊരു സുഹൃത്തോ സഹോദരനോ ആക്കണമേ എന്നുള്ളത്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന വെബ് സീരീസിൽ ജെയ്മി ലാനിസ്റ്റർ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് ഇങ്ങനെയാണ്: ദ തിങ്സ് വി ഡു ഫോർ ലവ്. സ്നേഹത്തെ പ്രതി നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പരസ്യമുണ്ടല്ലോ, ഹൗ ഫാർ യു ഗോ ഫോർ യുവർ ലവ്. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കും.